മലയാളികൾ മമ്മൂക്കയ്ക്കെതിരെ ഒരു ആരോപണം ആരെങ്കിലും കൊണ്ടുവന്നാൽ ആ ആരോപണം പുല്ലുപോലെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഈ ഒരു സിനിമ. കൊള്ളാം നല്ല സിനിമ, അടിപൊളി കൊള്ളായിരുന്നു ബ്രോ. അത്യാവശ്യം നല്ല വൈശാഖിൻ്റെ ഒരു മാസ് മസാല, ഒരു അത്യാവശ്യം മാസമായിട്ടൊരു പടമാണ്. സ്റ്റോറി നോക്കി പോകാതെ നമുക്ക് മമ്മൂട്ടിയെ ഒന്ന് എൻജോയ് ചെയ്ത് കാണാം. വെച്ചാൽ മമ്മൂട്ടി കുറേ നാളായിട്ട് ഒരു നല്ലൊരു സ്റ്റോറി നോക്കി പോകുന്ന ഇപ്പം ഒരു മാസമായിട്ടൊരു പടമായിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ആയിട്ടൊക്കെ നല്ല രസമായിരുന്നു. കുഴപ്പമില്ലടാ, കൊള്ളാം. പക്ഷേ കൊടുത്ത ഹൈപ്പിൻ്റെ അത്രയൊന്നുമില്ല. വൈശാഖിൻ്റെ പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് റൈറ്റിംഗ് കുറച്ച് പാളിപ്പോയി തോന്നി. ക്ലൈമാക്സ് നല്ലൊരു ക്ലൈമാക്സ്, പിന്നെ ടൈലൻഡ് നല്ലൊരു ടൈലൻ്റാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്ന പറഞ്ഞുകൂടാ, പക്ഷേ ഉണ്ടായ കൊള്ളായിരിക്കും. നല്ല പടം എക്സ്പെക്ടേഷൻ വെച്ച പോലെ തന്നെയാണ്. അടിപൊളി നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കോമഡിയും കുറച്ച് ആക്ഷൻ അങ്ങനെ ആയിട്ട് പോയി, കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് കോമഡിയൊക്കെ കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് കുറേ കൂടെ ആക്ഷനും പിന്നെ ചേസിങ് സീനൊക്കെ ആയിട്ട് നന്നായിട്ട് എൻഗേജിങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ക്ലൈമാക്സ് ആയിട്ട് പടം ടോപ്പായി. കുറച്ച് ഒരു ടൈലൻ്റൊക്കെ ആയിട്ട് ഒരു ടൈലൻ്റൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് അറിയാം. പടം നല്ല സൂപ്പർ മൂവിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഒക്കെ പൊടിച്ചടിച്ചു. തിരിച്ച് മമ്മൂക്കയുടെ ആക്ഷൻ അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ പടത്തിൻ്റെ വൈശാഖിൻ്റെ മേക്കിംഗ് സംഭവങ്ങളെല്ലാം വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഇത്രയും ഹെവി ഒരു മാസ് ആക്ഷൻ വന്നിട്ടില്ല. പക്ഷേ ഇനിയും മമ്മൂക്ക ഇതുപോലെ നല്ല നല്ല പടങ്ങൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പടം എന്തായാലും ഒറ്റ വാക്കിലെ എക്സലൻറ്റ്, സൂപ്പർ. അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഈ ഒരു സിനിമ. എത്രത്തോളം മമ്മൂക്കയെ വിമർശിക്കുന്നു അത്രത്തോളം മമ്മൂക്കയുടെ പടങ്ങൾ വിജയം കൊയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു പടം ഒന്നും പറയാനില്ല, അടിപൊളി, നല്ല രീതിയിൽ പോകും. എല്ലാ റെക്കോർഡുകളും ബ്രേക്കാണ്. ഒരു രക്ഷയില്ല. രോമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 100 മടങ്ങ് അപ്പുറത്തായി പോയി. ഉഗ്രം ഫിലിമാണ്, ഭയങ്കര റെക്കോർഡ് ഹിസ്റ്റിങ്. കാർ റേസിംഗും ഒരു രക്ഷയില്ല. എന്തോന്ന് കാർ റേസിംഗ്, തിയേറ്ററിലിരുന്ന് കിടുങ്ങിപ്പോയി. ഉഗ്രം ക്ലൈമാക്സ്, ഫൈറ്റ്. ഇന്നത്തെ തലമുറയ്ക്കൊന്നും ഇതുപോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇനി ഇവർ ഈ പ്രായം പോവേയില്ല. പക്ഷേ മമ്മൂക്ക ഇനിയും നിൽക്കും. ഒരു 10-20 വർഷമെങ്കിലും ഇനിയും കാണും അവിടെ. മമ്മൂക്ക തകർക്കും, ഇനിയും തകർക്കാനുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ അത് പറയുന്നുണ്ട്, ഇനിയും വരാനുണ്ടെന്ന്. സൂപ്പർ പടമായിരുന്നു. കണ്ടതിൽ ഇപ്പം മമ്മൂട്ടി ഇപ്പം ഈ ഇടയിൽ അഭിനയിച്ചതിൽ ഏറ്റവും കിടിലൻ പടമായിരുന്നു. മാസമുണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം 50, 60, 70 വയസ്സെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ആക്ഷനും ഇല്ല. കാരണം ഈ പ്രായത്തിൽ പുള്ളിക്കാരൻ എങ്ങനെ ചെയ്യുമെങ്കിൽ മമ്മൂട്ടി മാസമാണ്. കാരണം അതിൽ കോമഡി ഉണ്ട്, നമുക്ക് ആക്ഷൻ സീക്വൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കോമഡി എൻ്റർടൈനർ എല്ലാമാണ് മമ്മൂട്ടി. ഇപ്പം ഈ ഇടയ്ക്കായിരുന്നാലും ഈ സൂപ്പർ ഒരു മൂവി കണ്ടതിലിപ്പോൾ ഏറ്റവും കിടിലം. ഇതൊരു വേൾഡ് ക്ലാസ് പടമായി തീരുമെന്ന് ഉറപ്പുള്ള പടമാണെന്ന് പറഞ്ഞു. വളരെ മനോഹരമായ ഒരു സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈശാഖും മമ്മൂക്കായും ഒന്നിക്കുമ്പോൾ ഒരു മാസ് സിനിമ എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ മനസ്സിനകത്താണ്. പക്ഷേ ഈ മാസിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. കാരണം അത്രയ്ക്ക് ഒരു ഡബിൾ എനർജിയോടുകൂടി ഇതിനകത്ത് ടർബോ ജോസ് എന്നല്ല പറയേണ്ടത്, ഡബിൾ ടർബോ ജോസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് എനർജി, ഒരു 18കാരൻ്റെ എനർജിയോട് കൂടിയാണ് നമുക്ക് ഇതിനകത്ത് ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നത്. ആക്ഷനും കോമഡിയും സെൻറ്റിമെൻറ്റ്സും എല്ലാം നിറഞ്ഞ ഒരു മനോഹര ചിത്രം തന്നെയാണ്. മമ്മൂക്ക ഈ അടുത്ത കാലത്ത് മമ്മൂക്കക്കെതിരെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കി. കാരണം ഈ അടുത്ത കാലത്ത് വരുന്നതെല്ലാം അദ്ദേഹം ഒരു റീ എൻട്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെല്ലാം മമ്മൂക്കൊരു വൻ തിരിച്ചുവരവാണ്. തിരിച്ചുവരവ് നമുക്ക് ഒരിടത്തും പോയിട്ടില്ല പറയുന്നത്. വീണ്ടും എല്ലാ സിനിമകളും മമ്മൂട്ടി കമ്പനി, പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെല്ലാം വൻ ഹിറ്റായിരിക്കും. എല്ലാ തരത്തിലുള്ള സിനിമകളും മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ഒരു വമ്പൻ ഹിറ്റായിരുന്നു എന്ന കാര്യത്തിൽ അതല്ല. പിന്നെ ഒരു കാര്യം പറയാം, മമ്മൂക്കക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പല ആരോപണങ്ങളും മുൻകാലത്ത് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ 50 വർഷമായി മലയാള സിനിമയിൽ ഒരു പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ആരോപണങ്ങളും ഏൽക്കാത്ത ഒരു നടനാണ്. കാരണം മലയാളികൾ മമ്മൂക്കക്കെതിരെ ഒരു ആരോപണം ആരെങ്കിലും കൊണ്ടുവന്നാൽ ആ ആരോപണം പുല്ലുപോലെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഇത് കേരളമാണ്. ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്ന് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിലൊന്നും ഒരു നടനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് അവരുടെയൊക്കെ ഹൃദയത്തിലാണ് മമ്മൂക്ക. അവിടെ മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു മമ്മൂക്ക ഒരു കലാകാരനാണ്. മലയാളികളുടെ അഭിമാനം എന്നൊക്കെ നമ്മൾ പറയും. ഒരു കാലത്ത് ഉത്തരേന്ത്യൻ ലോബികളുടെ ശക്തി ആയിരുന്നു ഇന്ത്യൻ സിനിമ എന്നുള്ളത്. അത് ദക്ഷിണേന്ത്യയിലേക്ക് എത്തിച്ച ഒരു കലാകാരനാണ് മമ്മൂക്ക. അതുകൊണ്ട് മമ്മൂക്കയെ തകർക്കാൻ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാൽ നടക്കുന്നത്. ഇതുപോലത്തെ 1000 ടർബോ ജോസുകൾ ഇതിൻ്റെ പിറകെ വന്നുകൊണ്ടിരിക്കും. ഒരു മാസ് സിനിമയായിരിക്കും. മലയാള സിനിമയിൽ ഒരു സർവ്വകാല റെക്കോർഡായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.